രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഫലം കണ്ടതിന് പിന്നാലെ പോലീസ് അതിക്രമത്തിനെതിരെ പരാതികളുമായി കോൺഗ്രസിനെ സമീപിച്ച കൂടുതൽ വിദ്യാർത്ഥികൾ കോൺഗ്രസ് ലീഗൽ സെൽ പരാതികൾ പരിശോധിക്കുകയാണ്. ഇന്ന് പൂനെയിൽ നടക്കുന്ന രാഹുലിന്റെ സംവാദ പരിപാടി ഛാത്രോം കി ഗൂഞ്ചിൽ വിദ്യാർത്ഥികളുടെ പരാതികൾ സ്വീകരിക്കാനാണ് ആലോചന. അതേസമയം പെല്ലറ്റ് ആക്രമണത്തിൽ എഫ്ഐആറിൽ തുടർ നടപടികളുമായി ദില്ലി പോലീസ്. പരാതിക്കാരനായ വിദ്യാർത്ഥിയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. ആദിൽ പാലോട് വിവരങ്ങളുമായി ചേരുകയാണ്. അതിൽ അതിനാടകീയമായ സംഭവബഹുലമായ രാഷ്ട്രീയ നിമിഷങ്ങൾക്കാണ് ഇന്നലെ ദില്ലി അവിടെ സാക്ഷ്യം വഹിച്ചത്. 2 പോലീസ് സ്റ്റേഷനുകളിലായി രാഹുൽ ഗാന്ധി നടത്തിയ സന്ദർശനം, പിന്നീട് 5 മണിക്കൂർ കുത്തിയിരുന്നുള്ള സമരപരിപാടി, അതിനുശേഷമാണ് എഫ്ഐആർ ഇടാൻ ദില്ലി പോലീസ് തയ്യാറായത്. അതോടുകൂടി പ്രതിഷേധക്കാർക്ക് പോലീസിന്റെ അതിക്രമം നേരിടേണ്ടി വന്ന വിദ്യാർത്ഥികൾക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്. കോൺഗ്രസിന്റെ ലീഗൽ സെല്ലിലേക്ക് കൂടുതൽ പരാതികൾ എത്തുകയാണ്. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. കാരണം നിരവധി വിദ്യാർത്ഥികളാണ് പെല്ലറ്റ് ഏറ്റത്. ഒരു വിദ്യാർത്ഥി മാത്രമാണ് ഇന്നലെ രാഹുൽ ഗാന്ധിക്കൊപ്പം എത്തി പ്രത്യേകം പരാതി നൽകുകയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. ഇനിയിപ്പോൾ ഓരോ വിദ്യാർത്ഥിയും പ്രത്യേകമായി പരാതി നൽകാനാണ് ആലോചിക്കുന്നത്. പെല്ലറ്റേറ്റ വിദ്യാർത്ഥികളുണ്ട്, മുഖത്തടിയേറ്റ വിദ്യാർത്ഥികളുണ്ട്, ഒപ്പം അപമാനിതരായ പെൺകുട്ടികളുണ്ട്, പോലീസ് അതിക്രമത്തിൽ അതിക്രൂരമായ പീഡനമേറ്റ വിദ്യാർത്ഥികൾ. ഇവരെല്ലാവരും ഓരോരുത്തരും പ്രത്യേകം പരാതികളുമായി ദില്ലി പോലീസിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായി കോൺഗ്രസിനെ നിരവധി വിദ്യാർത്ഥികൾ സമീപിച്ചു എന്ന വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. കോൺഗ്രസിന്റെ നിയമവിഭാഗം ഇത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തുന്നു. ആവശ്യമെങ്കിൽ നിയമസഹായം നൽകും എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തെങ്കിലും ആരാണിതിൽ പ്രതി എന്നത് സംബന്ധിച്ചൊരു വ്യക്തത എഫ്ഐആറിൽ ഉണ്ടായിരുന്നില്ല. ഏതായാലും അതിന്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം ദില്ലി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പരാതിക്കാരനായ യുവാവിനെ ഇന്ന് ഒരുപക്ഷെ പോലീസ് വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയേക്കും എന്ന വാർത്ത കൂടിയുണ്ട്. ഇനി അഥവാ എഫ്ഐആർ കൊണ്ട് നിൽക്കുകയാണെങ്കിൽ അടുത്ത നടപടികളുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തയ്യാറാകുന്നില്ല, ദില്ലി പോലീസ് തയ്യാറാകുന്നില്ലെങ്കിൽ വീണ്ടും അതിശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന രാഹുൽ ഗാന്ധിയുടെ മുന്നറിയിപ്പ് കൂടി ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് പറഞ്ഞതുപോലെ മണിക്കൂറുകൾ നീണ്ട സമരത്തിനൊടുവിലാണ് ദില്ലി പോലീസിന് രാഹുൽ ഗാന്ധിയുടെ സമരവീര്യത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നത്, എഫ്ഐആർ രജിസ്റ്റർ ചെയ്യേണ്ടി വന്നത്. അതിൽ പൂനെയിലെ രാഹുൽ ഗാന്ധിയുടെ സംവാദ പരിപാടി എപ്പോഴാണ് ആരംഭിക്കുക? അവിടേക്ക് കൂടുതൽ വിദ്യാർത്ഥികൾ പരാതികളുമായി എത്തും എന്ന് തന്നെയാണല്ലോ കരുതുന്നത്? ഉറപ്പായും അങ്ങനെയാണ് കരുതുന്നത്. പൂനെയിൽ 5 മണിക്കാണ് പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. പരിപാടിക്ക് നിരവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്, 30ഓളം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആരെങ്കിലും വിഷമിപ്പിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തിൽ ബാനറുകൾ സ്ഥാപിക്കരുത്, ഡ്രോൺ ഉയർത്തരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പോലീസിന്റെ പൂനെ പോലീസിന്റെ മഹാരാഷ്ട്ര പോലീസിന്റെ ഭാഗത്തു നിന്നും കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ട് എന്ന് കോൺഗ്രസിന്റെ ആരോപണമുണ്ട്. ഈ പരിപാടിയിൽ വിദ്യാർത്ഥിനികളാണ് എത്തുന്നത്. ഇതുവരെയുള്ള ഛാത്രോം കി ഗൂഞ്ച് പരിപാടികളെല്ലാം എല്ലാത്തരം വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു, വിദ്യാർത്ഥിനികളും ഉണ്ടായിരുന്നെങ്കിൽ പൂനെയിലെ പരിപാടി വിദ്യാർത്ഥിനികൾക്കും വേണ്ടി മാത്രമുള്ളതാണ് എന്ന പ്രത്യേകതയുണ്ട്. ഈ പരിപാടിയിൽ മർദ്ദനമേറ്റ മുംബൈയിലെ പ്രതിഷേധമുണ്ടായിരുന്നു. മുംബൈയിലെ പ്രതിഷേധത്തിൽ പരിക്കേറ്റ CJP പ്രവർത്തകരുടെയൊക്കെ പരാതികൾ ശേഖരിക്കാനുള്ള നീക്കം കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. ഏതായാലും വിദ്യാർത്ഥി പ്രതിഷേധം, അതിനു പിന്നാലെ ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ സമര വിജയം, ഇതുപോലെ വലിയ ഊർജ്ജം കോൺഗ്രസിന് നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതിഷേധം തുടരും എന്ന പ്രഖ്യാപനമാണ് രാഹുൽ ഗാന്ധി ഇതിന് പിന്നാലെ നടത്തുകയും ചെയ്യുന്നത്. ഛാത്രോം കി ഗൂഞ്ച് എന്ന പേരിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന ഇത് പേപ്പർ ലീക്കുകൾക്കെതിരെയും എക്സാം മാൽ പ്രാക്ടീസസിനെതിരെയും നടക്കുന്ന ഒരു വലിയ മൂവ്മെന്റ് ആണ്. അതുകൊണ്ട് ഈ വിഷയം കോൺഗ്രസ് ഏറ്റെടുക്കുന്നു, രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുന്നു എന്ന വിശ്വാസം വിദ്യാർത്ഥികൾക്കുണ്ടായിട്ടുണ്ട്. ധാരാളം പരാതികൾ വീണ്ടും രാഹുലിനെ തേടിയെത്തുന്നു, കോൺഗ്രസിനെ തേടിയെത്തുന്നു എന്നതാണ്. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.